ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമുക്കിന്ന് അപ്പോൾ ആഘോഷമായിട്ടൊരു ബേസൻ ലഡ്ഡു ഉണ്ടാക്കി നോക്കാം. അപ്പം നിങ്ങൾക്ക് തോന്നും ബേസൻ കൊണ്ടാണ്, അതായത് കടലമാവ് കൊണ്ടാണ് ഈ എല്ലാ ലഡ്ഡുവും ഉണ്ടാക്കുന്നത്, പിന്നെ ബേസൻ ലഡ്ഡു എന്തെന്നാ? അങ്ങനെ ഒരു ലഡ്ഡു ഉണ്ട്. മറ്റേ നമ്മൾ കണ്ണാപ്പയെ കൂടെ ഒഴിച്ചെടുക്കുന്നതിന് ബൂന്തി ലഡ്ഡു എന്നും, ഈ ലഡ്ഡുവിന് തനി ബേസൻ ലഡ്ഡു എന്നാണ് പറയുന്നത്. അത് വളരെ രുചിയുള്ള, എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ബേസൻ ലഡ്ഡു. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണുക. ഉണ്ടാക്കുന്നത് ബേസൻ ലഡ്ഡുവാണ്. അതിന് പ്രധാനം ആദ്യത്തെ ബേസൻ തന്നെ ഒന്ന്. ഇത് ഏകദേശം കഷ്ടിച്ച് 1 കിലോയുടെ അടുത്ത് കാണും. ഇതിൽ നിന്ന് 2 കപ്പ് എടുക്കും. 2 കപ്പ് എടുത്താൽ 1/4 കിലോ കാണും. അപ്പോൾ 1/4 കിലോ ബേസൻ എന്ന കടലമാവ് ഈ കപ്പിലെടുത്താൽ 1 കപ്പ് നിറച്ച് വടിച്ചെടുക്കുമ്പോൾ 125 ഗ്രാം, 2 കപ്പ് എടുക്കുമ്പം 250 ഗ്രാം. എന്നിട്ട് അത് നെയ്യിൽ വറക്കുകയാണ് നമുക്കുള്ള ജോലി. അതിന് മുൻപ് എത്ര നെയ്യ് വേണം? നെയ്യ്ക്ക് അങ്ങനെ കണക്കൊന്നുമില്ല. ഒരു 1/4-1/4 കപ്പ് നെയ്യ് വേണം എന്തായാലും. ഇത്രയും നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പേ ഉള്ളൂ. ഏകദേശം ഇത് മതിയാകും. വരെങ്കിൽ 2 സ്പൂൺ പിന്നെ ഇടാം. ഞാനിവിടെ ബദാമും നട്ട്സും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ പിസ്റ്റാച്ചിയോസ് ഇട്ടാലും നല്ല ഭംഗിയാണ് കാണാൻ. അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ബദാമും നട്ട്സും മാത്രമേ ഉള്ളൂ. അത് ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ നെയ്യിൽ വറുത്തെടുക്കണം. നെയ്യെല്ലാം ഉരുകി കുറേശ്ശെ നെയ്യ് ചൂടായി തുടങ്ങി. നട്ട്സ് വറക്കുകയാണേ. പായസത്തിൻ്റെ മാതിരി ചുമപ്പിക്കുകയൊന്നും വേണ്ട. ഒന്ന് നല്ലപോലെ നെയ്യിൽ ചൂടാക്കി എടുത്ത ഒരു ഫ്ലേവർ വന്നാൽ മതി. നെയ്യ് കോരിയെടുക്കാം. ഇനി ഞാൻ തീ ഒന്ന് താത്തിയിട്ടിട്ട്, ഇതൊരു കപ്പ്, ഇത് അടുത്ത കപ്പ് ഇതിന്. ഇനി ഇത് പതുക്കെ ഇതിലോട്ടങ്ങ് കൊടുക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നെയ്യ് മുഴുവനും ഈ കടലമാവയിലോട്ട് പിടിപ്പിക്കുക, വറുത്ത്. അത് കഴിഞ്ഞ് കുടിച്ച നെയ്യെല്ലാം പുറത്തിറക്കണം, റിലീസ് ചെയ്യിപ്പിക്കണം. അപ്പോഴാണ് പഞ്ചസാര ഇടുന്നത്. തിളച്ചു തുടങ്ങി, മണം വരാൻ തുടങ്ങി. ഒരു 15 മിനിറ്റോളം നമ്മളിപ്പം ഇളക്കി. ശകലം കൂടെ ഒന്ന് നിറം വന്നോട്ടെ. ഇപ്പം നമ്മൾ എന്താ ചെയ്യണമെന്നറിയാമോ? ഈ കടലമാവ് ഇട്ട് കഴിഞ്ഞാൽ ഈ നെയ്ക്കകത്തോട്ട് ഇടുമ്പം ആ കടലമാവ് ആ നെയ്യ് മുഴുവൻ വലിച്ചെടുക്കും. അപ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് ബ്രെഡ് ക്രംസ് പോലെ കിടക്കും. ആ ബ്രെഡ് ക്രംസ് കഴിഞ്ഞിട്ട് അത് പതുക്കെ ഉരുകി ഇതിൽ നിന്ന് പുറത്തോട്ട് ഈ നെയ്യ് റിലീസ് ചെയ്യാൻ തുടങ്ങും. ആ റിലീസ് ചെയ്യുമ്പോഴാണ് ഇതിന് മണം വരാൻ തുടങ്ങുന്നത്. ഇപ്പോൾ മണം വരുന്നുണ്ട്. ശകലം കൂടെ ആകാം, പേടിക്കാനൊന്നുമില്ല. കണ്ടോ, ഞാൻ തീ കുറച്ചാകട്ടോ ഇട്ടിരിക്കുന്നത്. എന്ത് ഇതിൽ വരണമെങ്കിലും തീ കുറച്ചത്. ഇപ്പം കണ്ടോ, പിന്നെയും കുറച്ചും കൂടി നിറം മാറി. കണ്ടോ, കുറച്ച് ഗ്രെയിനി ആകാൻ തുടങ്ങി. ഞാനൊരു സ്വല്പം വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുങ്കുമപ്പൂ ഇട്ടിട്ടുണ്ട്. ആ വെള്ളത്തോടു കൂടി, ശകലം വെള്ളമേ ഉള്ളൂ, ഇതിലേക്ക് ഒഴിക്കാൻ പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ എന്തെങ്കിലും കളറ് ഉപയോഗിക്കുന്നവർ അത് ചേർത്താൽ മതി. ഇതാക്കിയാണ് ഇപ്പം നിറം മാറി. ഇനി ഇത് തണുപ്പിക്കണം. കണ്ടോ, നമുക്ക് മനസ്സിലായോ എന്താണെന്ന്? ഇത് തണുക്കട്ടെ. ഇപ്പോൾ പാകത്തിന് മൂത്ത മണം വരുന്നുണ്ട്. ഇതിനിയൊന്ന് നമുക്ക് കൈകൊണ്ട് തൊടാനാകണം. കുറച്ച് സമയം ഇവിടെ ഇരുന്നെങ്കിൽ മാത്രമേ ഇത് തണുത്ത് കിട്ടുള്ളൂ. അതിൽ വെച്ചാൽ കുറേ കൂടെ താമസിക്കും. ഇത് ഒരു പരന്ന പാത്രം ആകെ കൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് തണുത്ത് വരും. ഇപ്പോൾ കളർ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ആ കളറാണ്, കളർ കെമിസ്ട്രി എന്നൊരു കെമിസ്ട്രി തന്നെയുണ്ട്, അറിയോ? ആ കളറാണ് അതിൻ്റെ പാകം തീരുമാനിക്കുന്നത്. ഞാൻ പഞ്ചസാര ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പഞ്ചസാര എത്രയാണ്? 250 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ വോളിയം?
1 കപ്പ്. അപ്പോൾ 2 കപ്പ് കടലമാവും 1/4 കപ്പ് നെയ്യും 1 കപ്പ് പഞ്ചസാരയും. പഞ്ചസാര പൊടിയാക്കി നമ്മുടെ അടുത്ത് തന്നെ ഇവിടെ ഉണ്ട്. അതേപോലെ ഒരുമാതിരി തണുക്കണം, കൈ കൊണ്ട് തൊടാറാവണം. തണുത്തിട്ടില്ല, പക്ഷേ ഒരുവിധം തണുത്തു. ഇപ്പം നിങ്ങളിതിലോട്ടൊന്ന് നോക്കൂ. നമ്മൾ ആ മഞ്ഞളിന് പകരം അല്ലെങ്കിൽ നിറത്തിന് പകരം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം കുങ്കുമപ്പൂവും വെള്ളത്തിലിട്ട് ഇട്ടു. ആ വെള്ളം ഒഴിച്ചതിനും ഉണ്ടൊരു കാരണം ഇവിടെ. എന്നാന്ന് വെച്ചാൽ ഇത് കണ്ടോ, അപ്പം നിങ്ങളൊന്ന് ഇതിലോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ ഇതിൽ പുട്ടിൻ്റെ ഇടയ്ക്ക് തരങ്ങ് നടക്കുന്ന പോലെ കുറച്ച് ഗ്രെയിനി ആയിട്ട് ഒരു അപ്പിയറൻസ് ഉണ്ട്. അത് ആ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് വരുന്നത്. വെള്ളം ഒഴിച്ചെങ്കിൽ ആ ഗ്രെയിനി അപ്പിയറൻസ് വരും. കണ്ടോ, ഇതിനത് വന്നിട്ടുണ്ട്. അതും ശരിയാണ്. ഇത് നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റണം. അതിനു വേണ്ടി തന്നെയാണ് ഞാനിതിങ്ങനെ ഓരോന്നും എടുത്ത് പറയുന്നത്. പിന്നെ കളറ്. ഇനി നമുക്കിതിലേക്ക് 2 സാധനങ്ങളും കൂടെ ഇടണം. ഒന്ന് ഏലക്ക പൊടിച്ചത് കുറച്ച് മതി. പിന്നെ ബദാം നട്ട്സ് അരിഞ്ഞത്, ആ വറുത്ത് വെച്ചതും ഏലക്ക പൊടിയും കൂടെ ഇട്ടാൽ പെർഫെക്റ്റ്. പിന്നെ ഒന്നുമില്ല, ഉരുട്ടണം. കുറച്ചുകൂടെ ഒന്ന് തണുത്തോട്ടെ. നല്ല ഇച്ചിരി ക്ഷമ വേണം കേട്ടോ. ഒരിക്കലും പഴച്ചു പോവില്ല, പക്ഷേ ക്ഷമ കാണിക്കണം. പഞ്ചസാര ഇടുമ്പോൾ ഇനി ബാക്കി തണുത്തോളും. ഇപ്പോൾ കൈകൊണ്ട് തൊടാവുന്ന പാകമായി. പഞ്ചസാര പൊടിയിട്ട് നല്ലപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കുക. അതേ ഉള്ളൂ ഇനിയത്തെ പണി. അതിനു വേണ്ടി ആദ്യം ഞാൻ ഇടുന്നത് ഫ്രഷായിട്ട് പൊടിച്ച ഏലക്കാപ്പൊടി ഇട്ടു. നമ്മൾ നട്ട്സും കിസ്മിസും കൂടി വറുത്തത് തൂകുന്നു. മുകളിൽ വയ്ക്കാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നു. ഒന്നുകൂടി ഇളക്കി ചേർക്കും. ഈ പഞ്ചസാര 1 കപ്പ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അളവ് കൃത്യം പിന്നെയും പറയുന്നത് തെറ്റരുത്. ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, നല്ല ഗ്രെയിനിയായിട്ട് പൊടിച്ചത്. എനിക്ക് കൈക്കിണങ്ങിയ ചട്ടുക ഞാൻ എടുക്കുന്നത്. തവിയോടെ എനിക്ക് തടിത്തവിയോട് അത്ര പോരാ പെരുമാറ്റം. ചെറിയൊരു ചൂടുണ്ട്. മുഴുവനും പഞ്ചസാര ഇട്ടു. കണ്ടോ, 3ാമത്തെ ലോട്ടായിട്ട് കുറേശ്ശെയാണ് ഇടുന്നത് കുഴയ്ക്കാൻ എളുപ്പത്തിന്. ഇനി ബാക്കി കൂടെ കുഴച്ച് ചേർക്കട്ടെ. ഇത് നിങ്ങളൊന്ന് നോക്കൂ. ഞാൻ എന്താ ചെയ്തേ, ഇത് എല്ലാ കൂട്ടവും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒട്ടും ബലം കൊടുക്കാതെ, നമ്മുടെ പ്രഷർ ഒരുപാട് ഇടരുത്. നമ്മളിപ്പോൾ ഇതെല്ലാം ഉരുട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇല്ലേ, നോക്കൂ. അതിൻ്റെ പൊക്കത്തിൽ ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് പഞ്ചസാര തൂകി വെച്ചിരിക്കുക. ഇത് വളരെ എളുപ്പമാണ്, അതിൻ്റെ 100 ഇരട്ടി രുചികരമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം.